വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് സ്വീറ്റായിട്ടുള്ള ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കാനാണ്. അപ്പം 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് 3 മുട്ട പൊട്ടിച്ച് വീതണം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിടാം. പിന്നെ അതിൽ കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ഒരു 3 എണ്ണം ചെറുതായി അരിഞ്ഞത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കത് മുട്ട പൊരിക്കണം. നമുക്ക് മുട്ട പൊരിക്കാനായിട്ട് പോവാം. അപ്പോൾ ഞാൻ പാനിൽ മുട്ട വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മറിച്ചിടാം. നന്നായി ഫ്രൈ ആയിട്ടാ. നമ്മൾ സാധാരണ മുട്ട പൊരിക്കണമെന്ന് തന്നെ പൊരിക്കുക കേട്ടോ. നന്നായി ഫ്രൈ ആയി അത് പാത്രത്തിലെടുക്കാം. നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്, പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1 സ്പൂൺ നെയ്യ് വീഴ്ത്തണം. പിന്നെ കുറച്ച് സവാള ഇടാം. രണ്ട് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇടാം. ലേശം ഉപ്പ്, കുറച്ച് 1 സ്പൂൺ കുരുമുളക് ചതച്ചത്. അപ്പോൾ ഇത് ഇതായിട്ട് ഫ്രൈ ആയെടുക്കാം. വെച്ച സവാള ഏതാണ്ട് ഫ്രൈ ആയി ഒടുങ്ങി. നമ്മൾ 1 സ്പൂൺ ടൊമാറ്റോ സോസ് വീഴ്ത്താം. ഒരു 1/4 സ്പൂൺ സോയാ സോസും നന്നായി മിക്സാക്കാം. പിന്നെ 1 സ്പൂൺ കോൺഫ്ലവർ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൽ വീഴ്ത്താം. നന്നായി മിക്സ് ആവട്ടെ. അല്ലാതെ ഇത് മിക്സാക്കി പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മുട്ട പൊരിച്ചിട്ട് ചെറുതാക്കി വെച്ചിട്ടില്ല, അത് ഇതിലിടാം. നന്നായിട്ട് ഇളക്കാം.
അപ്പോൾ നമ്മുടെ സ്വീറ്റ് എഗ് റോസ്റ്റ് തയ്യാറായി. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ചില്ലി എഗ് റോസ്റ്റ് റെഡിയായി. ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിക്കോളാം. അതുപോലെ ഇതെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം. അതുപോലെ ബെല്ലൈക്കണിലെ ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.